ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ശുഭ്മാൻ ഗിൽ തിരിച്ചെത്തിയതോടെ മലയാളി താരം സഞ്ജു സാംസന്റെ പ്ലേയിങ് ഇലവനിലെ സ്ഥാനം സംശയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ തള്ളി മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ. ശുഭ്മാൻ ഗിൽ ഉൾപ്പെടുന്ന ടീമിൽ സഞ്ജുവിന് കൂടി ഇടം കൊടുത്താൽ എന്താണ് പ്രശ്നമെന്നാണ് ഗവാസ്കർ ചോദിക്കുന്നത്. ഗിൽ തിരിച്ചെത്തി എന്നതിന്റെ പേരിൽ സഞ്ജു സാംസനെ പോലുള്ള പ്രതിഭാശാലിയായ താരത്തെ പുറത്തിരുത്തുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സഞ്ജുവിന് ബാറ്റിംഗ് ഓർഡറിൽ താഴെയും ബാറ്റ് ചെയ്യാനാകുമെന്നും അദ്ദേഹം ക്ലാസ് കളിക്കാരനാണെന്നും ഗവാസ്കർ അഭിപ്രായപ്പെട്ടു. ബാറ്റിംഗ് ഓർഡറിൽ കുറിച്ച് താഴെ ഇറങ്ങി വന്നാലും സഞ്ജുവിനെ ഉൾപ്പെടുത്തിയാൽ എന്താണ് പ്രശ്നം? അഞ്ചാമതോ ആറാമതോ സഞ്ജുവിനെ കളിപ്പിക്കാനാകില്ലേ? അദ്ദേഹം നല്ലൊരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ കൂടിയാണ്. അതുകൊണ്ട് പ്ലേയിങ് ഇലവനിൽ നിന്ന് തഴയുന്നത് യുക്തമല്ല. മാത്രമല്ല പ്രതിഭാശാലിയായ താരമാണ് സഞ്ജു. അദ്ദേഹം ഏത് സ്ഥാനത്തും കളിക്കും. ബാറ്റിംഗ് ഓർഡറിൽ താഴെയും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. സഞ്ജുവിനെ ഓർത്ത് വെറുതെ ആശങ്കപ്പെടേണ്ട. അദ്ദേഹം ഒരു ക്ലാസ് താരമെന്നാണ് ഗവാസ്കർ പറയുന്നത്. ടീമിന്റെ പ്ലേയിങ് ഇലവനിലും ബാറ്റിംഗ് ഓർഡറുകളിലുമെല്ലാം ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പിച്ചിന്റെ സ്വഭാവം, എതിരാളികളെ, അവരുടെ ബോളിംഗ് നിരയുടെ സവിശേഷതകൾ, ഇതെല്ലാം നോക്കണ്ടേ? എന്തായാലും ഓപ്പണർമാരായി ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയുമായിരിക്കും. ഈ പഞ്ചാബി സഖ്യത്തിനാണ് എന്റെ പിന്തുണ. മൂന്നാമനായി തിലക് വർമ്മയും നാലാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാറും കളിക്കട്ടെ. എതിർ ടീമിന്റെ സ്കോർ പിന്തുടരുമ്പോഴാണ് സാഹചര്യങ്ങൾ നോക്കി ഹാർദിക് പാണ്ഡ്യയോ സഞ്ജു സാംസണെയോ അഞ്ചാമതിറക്കാം. ഇവർക്ക് പുറമെ അക്ഷർ പട്ടേലുമുണ്ട്. ബാർബഡോസിലെ T20 ഫൈനൽ ലോകകപ്പിൽ അദ്ദേഹത്തിന്റെ പ്രകടനം ഓർമ്മയില്ലേ? ഇതായിരിക്കും ഏറ്റവും നല്ല ബാറ്റിംഗ് ലൈനപ്പ്, ഗവാസ്കർ പറഞ്ഞു. ബോളിംഗ് വിഭാഗത്തിൽ ഹർഷിത് റാണയ്ക്ക് പ്ലേയിങ് ഇലവനിൽ ഇടം ലഭിക്കുമെന്ന് കരുതുന്നില്ലെന്ന് ഗവാസ്കർ. കൂടാതെ ജസ്പ്രീത് ബുംറ, അർഷദീപ് സഖ്യമാകും പീസ് ബോളിംഗ് നിരയെ പ്രതിനിധീകരിക്കുന്നത്.